ഹായ് ഫ്രണ്ട്സ്, ഇച്ചൂസ് കോസി കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു നാടൻ മീൻ കറിയുടെ റെസിപ്പി നോക്കാതെ നമുക്ക് കിട്ടിയേക്കുന്ന മീൻ അയലയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളക് കൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 4-5 വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് ഒരു 10-12 വറ്റൽമുളകാണ്. വറ്റൽമുളക് നമ്മളൊരു പാത്രത്തിലിട്ട് അല്പം എണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ല മണം കേട്ടോ. നമുക്ക് മീൻ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്ന മല്ലിപ്പൊടി. നമ്മൾ ആ മൂപ്പിച്ച മല്ലിയും മുളകും നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണേ, നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ നമുക്കല്പം എണ്ണയും കൂടെ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും വറ്റൽമുളകുമാണ് എടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമാണ് ഈ സമയത്തെ. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മുളകും മല്ലിയുടെയും പേസ്റ്റ് നമ്മൾ ചേർക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കാമേ. വെള്ളവും ചേർത്ത് അത് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി വളരെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളെ അല്പം ഉലുവാപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ. പിന്നെ കായം നമ്മൾ ചേർക്കുന്നുണ്ട്. അയലയൊക്കെ എല്ലാവർക്കും ഗ്യാസൊക്കെ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ അല്പം കായം കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കായം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് തിളപ്പിക്കുക, നല്ലപോലെ തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളി ഇടുന്നുണ്ട്. നമ്മളിവിടെ മീൻ കറിക്ക് പുളിയാണ് ഇടുന്നത്, തക്കാളിയല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മീനിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിക്കും. അടിപൊളി മീൻ കറി കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.